മക്കളെ, ഇനി നമ്മൾ മൂന്നാമത്തെ യൂണിറ്റ് ആണ് എടുക്കുന്നത്. 2 യൂണിറ്റ് എടുത്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ 3 6 ചാപ്റ്റേഴ്സ് എടുത്തു. അതിൽ 4 ചാപ്റ്റേഴ്സ് ലെസൺസ് ആയിരുന്നു, 2 പോയംസ് ആയിരുന്നു അല്ലേ. ഇനി മൂന്നാമത്തെ യൂണിറ്റ് ആണ് എടുക്കാൻ പോകുന്നത്. അതിന്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദ ലോസ് ഓഫ് വാല്യൂസ് എന്നാണ്. എന്താ വാല്യൂ എന്ന് വെച്ചാൽ മൂല്യം അല്ലേ, വാല്യൂ. ലോസ് ഓഫ് വാല്യൂസ്, മൂല്യത്തിന്റെ അറിവുകൾ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ മൂല്യത്തിന്റെ തിരിച്ചറിവ് അല്ലേ. ആ ഒരു ത്രെഡിനെ ആസ്പദമാക്കിയുള്ള 2 പാഠങ്ങളും ഒരു പദ്യമാണ് ഈ യൂണിറ്റിലുള്ളത്. ഓക്കെ, ഇവിടെ നോക്കൂ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഞാൻ ഉണ്ടാക്കിയ ഇൻവെസ്റ്റ്മെന്റ്, നിക്ഷേപത്തില് ഏറ്റവും ബെസ്റ്റ് എന്ന തിരിച്ചറിവ് ഇവിടെ ഈ ഒരു ചാപ്റ്ററിന്റെ, ഈ ഒരു സ്റ്റോറിയുടെ ഓദർക്ക് മനസ്സിലാവാണ്. ആരാ ഓദർ? ഓദർ നമുക്ക് നോക്കാം. A.J. ക്രോണിൻ. A.J. ക്രോണിൻ എന്ന് പറഞ്ഞാല് A.J. ആർക്കിബാൾഡ്, കണ്ടില്ലേ, ആർക്കിബാൾഡ് ജോസഫ് ക്രോണിൻ. ആർക്കിബാൾഡ് ജോസഫ് ക്രോണിൻ. അദ്ദേഹം സ്കോട്ട്ലൻഡുകാരനാണ്. ബേസിക്കലി പ്രൊഫഷണലി അയാൾ ഒരു ഫിസിഷ്യനാണ്, ഡോക്ടറാണ്. പിന്നീട് അയാള് വളരെ വലിയ പോപ്പുലറായ, പ്രസിദ്ധനായ ഒരു നോവലിസ്റ്റായിട്ട് മാറി. അപ്പൊ 2 പ്രൊഫഷനാണ് അയാൾ കൈകാര്യം ചെയ്യുന്നത്. ബേസിക്കലി ഒരു ഡോക്ടറും അതേസമയം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനും, ഒരു നോവലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ഒരുപാട് നോവലുകളുണ്ട്. അപ്പോ ഇത് പിന്നെ ഈ കഥ എന്തിനെ കുറിച്ചാണ്? ഇതിൽ തന്നെയുണ്ട് അല്ലേ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. എന്റെ ജീവിതത്തിൽ ഞാൻ സമ്പാദിച്ചതിൽ ഏറ്റവും വലിയ, ഏറ്റവും മൂല്യമേറിയ സമ്പാദ്യമായിട്ട് ഒരു പ്രവൃത്തിയെ അദ്ദേഹം കാണുകയാണ്. ഇതൊരു ഫ്ലാഷ് ബാക്കാണ്. ഇതൊരു സ്റ്റോറി, ഒരു ഫ്ലാഷ് ബാക്കാണ്. താൻ ഡോക്ടറായി സേവനം നടത്തിയിരുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരെന്ന് പറഞ്ഞാല് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതത്തില് എന്താ പറയാ, ജീവിതം കൊണ്ട് തൊലച്ച, ജീവിതം അവസാനിപ്പിക്കാനായിട്ട് വിചാരിച്ചിരുന്ന ഒരു നിമിഷം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ആ സമയത്ത് A.J. ക്രോണിൻ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് ചെയ്തു കൊടുത്ത ഒരു സേവനം, ആ സേവനം ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വളരെ വലിയ വഴിത്തിരിവാണ്. സൊസൈറ്റിയിലെ ഏറ്റവും പ്രബലനായ ഒരു വ്യക്തി എന്നതിനേക്കാൾ ഉപരി ലോകമറിയപ്പെടുന്ന, കാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് ലോകമറിയപ്പെടുന്ന ഒരു വ്യക്തിയായി, പ്രസിദ്ധനായ ഒരു വ്യക്തിയായി മാറുന്നു. അത് A.J. ക്രോണിൻ വളരെ 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 വൈകി മനസ്സിലാവുന്നതിലൂടെ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ആ ചെറുപ്പക്കാരന് അന്ന് നൽകിയ ആ സേവനം തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, ഏറ്റവും മൂല്യമേറിയ നിക്ഷേപമായിട്ട് A.J. ക്രോണിൻ ആ ഒരു സത്പ്രവൃത്തിയെ കാണുന്നു. അതോടെയാണ് കഥ തീരുന്നത്. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇവിടെ ഒരു യാത്രയാണ്. ന്യൂയോർക്കിൽ നിന്നും കപ്പൽ മാർഗം യാത്ര ചെയ്യുന്നു. A.J. ക്രോണിനും അതിന്റെ കപ്പലിനുള്ളിൽ ഒരുപാട് യാത്രക്കാരുണ്ട്. ആ യാത്രക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ പാരഗ്രാഫുകളിൽ പറയുന്നത്. ഓക്കെ, വളരെ പേരുകേട്ട ഒരു ചാപ്റ്ററാണ് സത്യത്തില് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഓക്കെ, നമുക്ക് നോക്കാം, ഈ ഒരു കഥയിൽ നോക്കാം. നിങ്ങൾ അർത്ഥം പറയുമ്പോഴൊക്കെ ആ ടെക്സ്റ്റിൽ തന്നെ അത് എഴുതിയിടണം കേട്ടോ. ഓക്കെ. On the second day out from New York,
while making the round of promenade deck, I suddenly became aware that one of the passengers was watching me closely, following me with his gaze every time I passed. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ജേണിയാണ്, ഒരു യാത്രയാണ്, കപ്പലിൽ യാത്ര ചെയ്യാണ്. എജെ ക്രോണി കപ്പലിൽ കുറെ ദിവസത്തെ യാത്രയുണ്ടെന്ന് വിചാരിക്കൂ. അതിലെ സെക്കൻഡ് ഡേ ഓഫ് ജേണി. എവിടുന്നാ പുറപ്പെട്ടത്? ഔട്ട് ഫ്രം ന്യൂയോർക്ക്. ന്യൂയോർക്കിൽ നിന്ന് പുറപ്പെട്ടതാണ് ഈ കപ്പൽ. ആ കപ്പൽ യാത്രയിൽ while I making the round of the promenade deck. പ്രൊമിനേഡ് എന്ന് പറഞ്ഞാല് ഈ കപ്പലിൽ തന്നെ നടക്കാനുള്ള സ്ഥലമുണ്ട്. കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള, പാസഞ്ചേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള സ്ഥലമുണ്ട്. അതിനെയാണ് സത്യത്തില് പ്രൊമിനേഡ് എന്ന് പറയണത്. മനസ്സിലാവുന്നുണ്ടോ? കപ്പലിന്റെ ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്താനുള്ള ആ ഒരു സ്ഥലം, ആ ഒരു ഇടം, അതിനാണ് പ്രൊമിനേഡ് എന്ന് പറയുക. ഓക്കെ, പ്രൊമിനേഡ് ഡെക്ക്. ഐ സഡൻലി ബിക്കേം അവെയർ. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോ പെട്ടെന്ന് ഞാൻ അവെയർ, ബോധവാനായി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. എന്താണ്? വൺ ഓഫ് ദ പാസഞ്ചേഴ്സ്, കണ്ടില്ലേ? വൺ ഓഫ് ദ പാസഞ്ചേഴ്സ്, വൺ ഓഫിന് ശേഷം പാസഞ്ചേഴ്സ് പ്ലൂറൽ ഉപയോഗിച്ചിരിക്കണം, കണ്ടോ? യാത്രക്കാരില് ഒരാള് വാസ് വാച്ചിങ് മീ ക്ലോസ്ലി, എന്നെ വളരെ അടുത്ത്, വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്, നിരീക്ഷിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഫ്ലോയിങ് മീ വിത്ത് ഹിസ് ഗെയ്സ്, ഇങ്ങനെ തുറിച്ചു നോക്കുക, അതിനാണ് ഗെയ്സ് എന്ന് പറയുക. ഗെയ്സ് എവരി ടൈം ഐ പാസ്ഡ്. ഞാനിങ്ങനെ നടക്കുകയാണല്ലോ കപ്പലിന്റെ ഉള്ളില്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഇയാളുടെ പരിസരത്തെത്തുമ്പോൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നതായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഓക്കെ, ഐ വാണ്ടഡ് ടു റെസ്റ്റ്. എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് തോന്നി ആ സമയത്ത്. ടു അവോയ്ഡ്, ഒഴിവാക്കാനായിട്ട് ടിഡിയം ഓഫ് കാഷ്വൽ. ടിഡിയം എന്ന് വെച്ചാൽ ക്ഷീണം. മനസ്സിലാവുണ്ടോ? ആ വിരസത അല്ലെങ്കിൽ ക്ഷീണം. ഓഫ് കാഷ്വൽ, കാരണം കപ്പലിലെ യാത്ര എന്ന് പറയുമ്പോൾ കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും അവരെന്തോ ചോദിച്ചു, ഇവരെന്തോ ചോദിച്ചു, അതിന് മറുപടി പറഞ്ഞു, അതൊക്കെ ഇങ്ങനെ ബോറടിച്ചു തുടങ്ങി. അപ്പൊ റെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ആൻഡ് ഇമ്പോർച്ചുനേറ്റ് എന്ന് വെച്ചാൽ വിരസമായ ചോദ്യങ്ങൾ, അല്ലേ? മുഷിപ്പിക്കുന്ന ചോദ്യങ്ങൾ, ബോറടിപ്പിക്കുന്ന ചോദ്യങ്ങൾ. അങ്ങോട്ട് നിൽക്കുമ്പോൾ ഒരാളൊരു കാര്യം ചോദിക്കും, അതിന് മറുപടി പറയും. ഇങ്ങോട്ട് നടക്കുമ്പോൾ ഒരാളൊരു കാര്യം ചോദിക്കും, അതിന് മറുപടി പറയും. സോ എജെ ക്രോണിൻ വാസ് ഫെഡ് അപ്പ് വിത്ത് ദ ക്വസ്റ്റ്യൻസ്. അത് ആകെ ഡൾനെസ് ആയിട്ടുള്ള, വിരസമായിട്ടുള്ള ചോദ്യങ്ങൾ കാരണം ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്. എന്താണ് ഷിപ്പ് ബോർഡ് കോണ്ടാക്ട്സ്? ആ കപ്പലിലെ കോണ്ടാക്ട്സുകൾ എന്ന് വെച്ചാൽ അവിടെ ഇരിക്കുന്ന ആളുകൾ, പരിചയമുള്ളവർ, അങ്ങോട്ട് സംസാരിച്ചു ഇങ്ങോട്ട് സംസാരിച്ചു, ഒക്കെ ബോറടിച്ചു. വിരസമായ ചോദ്യങ്ങൾ കേട്ടാകെ ക്ഷീണിച്ച് ഞാൻ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. ഐ ഗേവ് നോ സൈൻ ഹാവിംഗ് നോട്ടീസ്ഡ് ദ മാൻ. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യൻ എന്നെ തുറിച്ചു നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാത്ത പോലെ ഇരുന്നു. മനസ്സിലായില്ലേ? ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിംഗ് നോട്ടീസ്ഡ് ദ മാൻ. ഓക്കെ, മനസ്സിലായി എത്ര പേരെ? യെറ്റ്, എന്നിട്ടും there was nothing importunate about him. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് importunate, അല്ലേ? അതേസമയം ആളുകള് അവരവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഈ മനുഷ്യൻ, എന്നെ തുറിച്ചു നോക്കുന്ന മനുഷ്യനെ കൊണ്ട് ഒരു ശല്യമില്ല കേട്ടോ. അയാൾ ഇങ്ങനെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വിരസമായ ചോദ്യങ്ങളൊന്നും അദ്ദേഹം ചോദിക്കുന്നില്ല. ഓൺ ദ കോൺട്രറി, നേരെ മറിച്ച്, കോൺട്രറി വൈരുദ്ധ്യപരമായി, നേരെ മറിച്ച് ഹി സീംഡ് അഫക്റ്റഡ് ബൈ എ ട്രബിൾഡ്. അവനെ കാണുമ്പോ എന്തോ ഒരു ട്രബിൾഡ് എന്ന് വെച്ചാൽ ഒരു അസ്വസ്ഥത, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ട് ഉള്ള പോലെ തോന്നുന്നു. rather touching diffidence,
നമുക്കറിയാലോ, കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫിഡൻസ്. ആത്മവിശ്വാസമില്ലായ്മ അല്ലെ, ആത്മവിശ്വാസമില്ലായ്മയേക്കാൾ ഉപരി എന്ന് വെച്ചാൽ ആത്മവിശ്വാസക്കുറവൊന്നുമില്ല, കാണുമ്പോ ഒരു എന്തൊക്കെയോ ഈ മനുഷ്യനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു തോന്നല് ആ ലുക്കില് എനിക്ക് തോന്നി എന്നർത്ഥം. മനസ്സിലായോ? അപ്പൊ മനസ്സിലാക്കണം, കോൺഫിഡൻസിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിഫിഡൻസ്. ഓക്കെ, ഹി വാസ് ഇൻ ഹിസ് ഏർലി 40s. ഇനി അയാളെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻ ആണ്. കണ്ടാൽ ഒരു 40 വയസ്സ് പ്രായം. ഓക്കെ, ക്ലിയർ ബ്ലൂ ഐസ്, നല്ല വ്യക്തമായ നീലക്കണ്ണുകള്. ഓക്കെ, ഇതൊക്കെ ചോദിക്കൂട്ടോ. ഹിസ് തിൻ ഹെയർ, മുടിയാണെങ്കിൽ നേരിയ മുടിയുള്ളൂ. ഹാഡ് ബിഗൺ, തുടങ്ങിയിട്ടുണ്ട്. ടു റെസീഡ്, മനസ്സിലാക്കണം, റെസീഡ് എന്താ വായിക്കതിന്? റെസീഡ് എന്ന് വെച്ചാൽ പിൻവാങ്ങുക. എവിടുന്ന്? ഫ്രം ഹിസ് ഫോർഹെഡ്. നമ്മളുടെ മുടിയൊക്കെ വളരെ തിക്കായിട്ടുള്ള മുടിയല്ലേ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാവുക. കുറെയൊക്കെ കഴിയുമ്പോ നെറ്റിയിൽ നിന്ന് മുടിയൊക്കെ ഇങ്ങനെ ഇറങ്ങി പെട്ടതലേവും അല്ലേ? അപ്പൊ ഏതാണ്ട് നെറ്റിയിൽ നിന്ന് മുടിയൊക്കെ ഇങ്ങനെ പിന്നിലേക്ക് പോയിന്ന് എന്ന് വെച്ചാല് ഒരു ചെറിയൊരു മൊട്ടത്തലൊക്കെ വന്നു തുടങ്ങിയെന്നർത്ഥം. ഓക്കെ, ഹിസ് ഡാർക്ക് സ്യൂട്ട്. പിന്നെ ഡ്രസ്സിനെ കുറിച്ച് പറയണം നോക്കൂ. ഒരു ഇരുണ്ട സ്യൂട്ട് ധരിച്ചിട്ടുണ്ട് ഈ വ്യക്തി. സോബർ 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 എന്ന് വെച്ചാൽ ഫെയ്ഡ്. അത് ഫെയ്ഡായിട്ടുള്ള മങ്ങിയ നിറമുള്ള ഒരു ടൈ ധരിച്ചിട്ടുണ്ട്. ആൻഡ് റിമ്മലസ് സ്പെക്ടാക്കിൾസ്. എന്താ സ്പെക്ടാക്കിൾസ്? സ്പെക്ടാക്കിൾസ് എന്ന് വെച്ചാൽ കണ്ണട അല്ലേ? അത് റിമ്മലസ് ആണ്. എന്താ റിമ്മലസ് എന്ന് പറഞ്ഞാല്? അതിന്റെ ഫ്രെയിമില്ലേ, ഗ്ലാസിന്റെ ലെൻസ് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഔട്ടർ ഫ്രെയിം ഉണ്ടാവില്ലേ കണ്ണടയ്ക്ക്? അതൊന്നുമില്ല. റിമ്മലസ് ഫ്രെയിം, റിമ്മലസ് സ്പെക്ടാക്കിൾസ്. ഗേവ് എവിഡൻസ്, ഇതൊക്കെ നൽകുന്ന തെളിവ്. എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവ്. എന്താണ്? ഓഫ് എ സീരിയസ്, കണ്ടാൽ വളരെ സീരിയസ് ആണ്. ഇതൊക്കെ ആകപ്പാടൊക്കെ നോക്കുമ്പോൾ ഇത്തിരി ഗൗരവക്കാരനാണ്. ആൻഡ് റിസർവ്ഡ് ഡിസ്പോസിഷൻ. ഡിസ്പോസിഷൻ എന്ന് വെച്ചാൽ ക്വാളിറ്റി. എന്തൊക്കെയോ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട്. റിസർവ്ഡ് ആയിട്ടുള്ള ഉള്ളിൽ കുറച്ച് ക്വാളിറ്റീസ് ഒക്കെയുള്ള വളരെ ഗൗരവക്കാരനായ ഒരാളാണെന്ന് തോന്നും അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങളും അപ്പിയറൻസും ഒക്കെ കാണുമ്പോൾ. ഓക്കെ, അറ്റ് ദിസ് പോയിന്റ് the bugle sounded for dinner. അപ്പോഴേക്കും ബെല്ലടിച്ചു. ബെല്ലടിക്കാന്ന് പറഞ്ഞ ക്ലാസ് കൂടാനല്ല, ഷിപ്പിലും ബെല്ലടിക്കും. ചായക്കോ അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിനോ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കിട്ടാനായിട്ട് അവർ ബെല്ലടിക്കുക ചെയ്യുക. ബെല്ലടിച്ചു. ആൻഡ് ഐ വെന്റ് ബിലോ. അപ്പൊ ഞാൻ താഴേക്ക് പോയി. ഓക്കെ, on the following forenoon, പിറ്റേ ദിവസം, FORE noon എന്താർത്ഥം? ഫോർ എന്ന് വെച്ചാൽ മുൻപ്. നൂൺ എന്താർത്ഥം? നൂണിന് മുൻപ്, ഉച്ചയ്ക്ക് മുമ്പ്. ഊണിന് മുമ്പല്ല, നൂൺ, ഉച്ചയ്ക്ക് മുമ്പ്. പിറ്റേ ദിവസം ഐ അഗെയിൻ ഒബ്സർവ്ഡ്, ഞാൻ വീണ്ടും നിരീക്ഷിച്ചു. മൈ ഫെല്ലോ എന്റെ കൂടെയുള്ള വൊയാജർ, എന്താ അതിനെ വായിക്കുക? വൊയാജർ, യാത്രികൻ, എന്റെ കൂടെ യാത്ര ചെയ്യുന്ന ഇദ്ദേഹം. വാച്ചിങ് മീ, എന്നെ വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം ഏണസ്റ്റ്ലി, വളരെ ആത്മാർത്ഥമായിട്ട്. ഫ്രം ഹിസ് ഡെക്ക് ചെയർ, അദ്ദേഹത്തിന്റെ ആ ഒരു ചെയറിൽ നിന്നും, അദ്ദേഹം ഇരിക്കുന്ന ചെയർ ഉണ്ടല്ലോ, അതിൽ നിന്നും വളരെ അവിടെ ഇരുന്നു കൊണ്ട് ഏണസ്റ്റ്ലി, ആത്മാർത്ഥമായിട്ട് എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് വീണ്ടും എനിക്ക് മനസ്സിലായി. നൗ, പിന്നെ സൂക്ഷിച്ചു നോക്കിയപ്പോ എ ലേഡി വാസ് വിത്ത് ഹിം, അവന്റെ കൂടെ ഒരു സ്ത്രീ ഉണ്ട്. ഒബ്വിയസ്ലി, അതിന്റെ വാക്കിന്റെ മീനിങ് നോക്കണം. ഒബ്വിയസ്ലി എന്ന് വെച്ചാൽ ക്ലിയർലി എന്നർത്ഥം, വ്യക്തമായി. ഒബ്വിയസ്ലി ഹിസ് വൈഫ്, കണ്ടാൽ നമുക്ക് തോന്നാം ഇങ്ങനെ ഭാര്യയാണെന്നുള്ളത് തോന്നാം. എങ്ങനെയാ തോന്നാം? ചായ കൊണ്ട് തോന്നുമോ? ഭാര്യയ്ക്ക് ഭർത്താവിനും ഒരേ ചായ ഉണ്ടാവും അല്ല? അടുത്ത ഇടപഴകുന്നതൊക്കെ കാണുമ്പോൾ മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഭാര്യയും ഭർത്താവെന്ന് മനസ്സിലാക്കാൻ പറ്റും. ദ സിറ്റുവേഷൻ ബൈ ദിസ് ടൈം ഹാഡ് ബിഗൺ ടു ഇൻട്രിഗ്യൂ.
ഇൻട്രിഗ്യൂ എന്ന് വെച്ചാൽ താല്പര്യം ജനിപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഉത്കണ്ഠ, ഒരു പ്രത്യേക താല്പര്യം എനിക്ക് തോന്നി ഇവരെ കണ്ടപ്പോൾ. കുറേശ്ശെ ഒരടുപ്പം തോന്നുന്നു, അത്രയേ ഉള്ളൂ. ഐ ഡിസ്കവേർഡ് ഫ്രം മൈ സ്റ്റുവാർഡ്, ആ കപ്പലിലെ ക്രൂ ഉണ്ടല്ലോ, കപ്പലിലെ ജോലിക്കാരനിൽ നിന്നും സ്റ്റുവാർഡ് ഞാൻ മനസ്സിലാക്കി ദാറ്റ് അവര്, ഞാൻ ചോദിച്ചറിഞ്ഞു, they were മിസ്റ്റർ ആൻഡ് മിസ്സസ് ജോൺസ്. ജോൺസ് എന്ന് പറഞ്ഞാൽ ജോൺ, മിസ്റ്റർ ജോൺ ആൻഡ് മിസ്സസ് ജോൺ. ജോണും ജോണിന്റെ ഭാര്യയാണെന്ന് മനസ്സിലാക്കി. ഓക്കെ. ഫ്രം എ സ്മോൾ സബർബ് ഓഫ് ലണ്ടൻ. അവരെവിടെ നിന്നാ വരുന്നത്? ലണ്ടനിലെ ഒരു സബർബ് എന്ന് വെച്ചാൽ ഒരു പ്രവിശ്യ. ലണ്ടനിലെ ഒരു പ്രവിശ്യയിൽ നിന്ന് വരുന്ന ഭാര്യ ഭർത്താവാണ്, പേര് ജോൺ, മറ്റത് ജോണിന്റെ ഭാര്യ. വെൻ അനദർ ഡേ പാസ്ഡ്, ഒരു ദിവസം കൂടി കഴിഞ്ഞു. അങ്ങനെ യാത്ര കുറച്ച് ദിവസങ്ങൾ എടുക്കുമായിരിക്കണം, കപ്പലിലല്ലേ. വിത്തൗട്ട് ഈവന്റ്, വേറെ ഒരു സംഭവവും കൂടാതെ, ഒരു ഈവന്റും കൂടാതെ പിന്നെ മറ്റൊരു ദിവസം കൂടി കടന്നുപോയി. ഐ ബിഗാൻ ടു ഫീൽ certain that മിസ്റ്റർ, പിന്നെ കഴിഞ്ഞിട്ട് ഒരു എസ് കണ്ടു, ഒരു രണ്ടുപേരും എന്നർത്ഥം, മനസ്സിലായില്ലേ? would remain too shy, അവര് വളരെ ഷൈ ആയിട്ടിരിക്കുന്നു, വളരെ നാണിച്ചിരിക്കുന്നു. to carry out his obvious desire, അവരിൽ പ്രകടമാവേണ്ട ആഗ്രഹം, വ്യക്തമായ അവരുടെ ഡിസയർ, ആഗ്രഹം. to approach me, അവര് വളരെ നാണിച്ചിരിക്കുക. എന്റെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട്, എന്നെ സമീപിക്കാനായിട്ട് വല്ലാത്ത നാണം, വല്ലാത്തൊരു പരിഭ്രാന്തി, അങ്ങനെ ഇരിക്കുന്നത് പോലെയാണ് പിന്നീട് എനിക്ക് തോന്നിയത്. However, on our final evening, കപ്പൽ യാത്ര കഴിയാറായി. ആ ഫൈനൽ ഈവനിങ് അറ്റ് സീ, കടലിലെ ആ ഒരു അവസാനത്തെ ആ രാത്രിയില് മിസ്സസ് ഡിസൈഡഡ് ദ മാറ്റർ, ആ കാര്യം തീരുമാനിച്ചു. വിത്ത് എ ഫേം പ്രഷർ ഓൺ ഹിസ് ഹാൻഡ്, തന്റെ ഭാര്യ, കാരണം ആ ഉദ്ദേശം നടക്കണ്ടേ, തന്റെ ഭാര്യ ഭർത്താവിന്റെ ജോണിന്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിർബന്ധിക്കാണ്, ചെല്ല് മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് വിസ്പേർഡ് വേർഡ്, മന്ത്രിച്ചുകൊണ്ടുള്ള എന്ന് വെച്ചാൽ പതിയെ ചെറുങ്ങനെ, ഇൻ ഹിസ് ഇയർ, തന്റെ കാതുകളില് എന്തോ പറഞ്ഞിങ്ങനെ പ്രഷർ ചെയ്യുക, ഉന്തിത്തള്ളി വിടുക, ചെല്ല് സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട്. ഷീ അർജഡ് എന്ന് വെച്ചാൽ പ്രേരിപ്പിക്കുക. ഹെർ ഹസ്ബൻഡിനെ പ്രേരിപ്പിച്ചു. ടുവേർഡ്സ് മീ ആസ് ഐ പാസ്ഡ് അലോങ് ദ ഡെക്ക്, പതിവ് പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എന്നോട് മിണ്ടാനായിട്ട് ഭാര്യ ഭർത്താവിനെ പ്രേരിപ്പിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്. മനസ്സിലായില്ലേ? അവിടെ വരെ ഞാൻ ഇന്നെടുക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെ വായിച്ച് കൃത്യമായിട്ട് വീഡിയോ കേൾക്കണം, പാഠം കൃത്യമായിട്ട് മനസ്സിലാക്കണം, എങ്കിലേ അതിൽ നിന്ന് കിട്ടാവുന്ന ഒരുപാട് കാര്യങ്ങൾ മക്കൾക്ക് ലഭിക്കും കേട്ടോ.